ആരോ ഒരാൾ ഭാഗം 3. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ മെർലിൻ ആലോചിച്ചത് റോഷനെപ്പറ്റി മാത്രമായിരുന്നു. തൻ്റെ പ്രായത്തോളം വരും റോഷനോട് തനിക്കുള്ള സ്നേഹം. കൊച്ചു പ്രായത്തിലെ കളിക്കൂട്ടുകാരനോട് തോന്നിയ നേരിയ ഇഷ്ടം പിന്നീട് വളർന്ന് പ്രണയമായി മാറി. ഒരേ കോമ്പൗണ്ടിൽ തന്നെ 2 വീടുകൾ വെച്ചാണ് ഡാഡിയും വർഗീസ് അങ്കിളും ദാമ്പത്യ ജീവിതം ആരംഭിച്ചത്. സച്ചുവേട്ടനും റോഷനും ഒക്കെ ജനിച്ചു കഴിഞ്ഞിട്ടും ഡാഡിക്കും മമ്മിക്കും ഒരു കുഞ്ഞുണ്ടായില്ല. ഒടുവിൽ എവിടെയോ ഒരു അനാഥാലയത്തിൽ നിന്നാണ് ആ നല്ലവരായ ദമ്പതികൾ താനെന്ന മകളെ ദത്തെടുക്കുന്നത്. ആദ്യമായി ആ വീട്ടിലേക്ക് വന്ന ദിവസം അന്ന് തൻ്റെ കണ്ണുകളിൽ നിറയെ ഭയമായിരുന്നു. അന്നുവരെ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്നും മാറി ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിലേക്കുള്ള ആ വരവ്. എങ്കിലും എന്തെന്നറിയാത്ത ഒരു ഭയം തന്നെ പൊതിഞ്ഞിരുന്നു. ഒപ്പം ആൺകുട്ടികളെ സൂക്ഷിക്കണമെന്ന കന്യാശ്രീയമ്മയുടെ വാക്കുകൾ കേട്ടു വളർന്നതുകൊണ്ട് സച്ചുവേട്ടനെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത പേടിയായിരുന്നു. അപ്പോഴാണ് സച്ചുവേട്ടൻ്റെ പുറകിൽ മറഞ്ഞു നിന്ന റോഷനെ ആദ്യമായി കാണുന്നത്. മുൻപെവിടെയോ ഒത്തിരി കാലം പരിചയമുള്ള ഒരു മുഖം പോലെ. പിന്നീട് ജീവിതം ആകെ മൊത്തം മാറി മറിയുകയായിരുന്നു. റോഷൻ്റെ സൗഹൃദവും ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുള്ള സച്ചുവേട്ടൻ്റെ വാത്സല്യവും എല്ലാം തന്നെ നന്നായി വളർത്തുകയായിരുന്നു. സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും എല്ലാം പഠിച്ചത് അവിടെ നിന്നായിരുന്നു. ഡാഡിയും മമ്മിയും ഒരിക്കലും തനിക്കൊരു കുറവുമുണ്ടാകാൻ അനുവദിച്ചിട്ടില്ല. ഒരുപാട് സ്നേഹിച്ചു തന്നെയാണ് അവർ തന്നെ വളർത്തിയത്. ഒരിക്കലും അവരുടെ മകളല്ല എന്നൊരു തോന്നൽ പോലും തനിക്കുണ്ടാകാൻ അവർ സമ്മതിച്ചിട്ടില്ല. കുഞ്ഞിലെ റോഷൻ്റെ കൈകൾ പിടിച്ച് സ്കൂളിൽ പോകുമ്പോഴും ഒരുമിച്ച് കളിക്കുമ്പോഴും ഒരുമിച്ചുറങ്ങുമ്പോഴുമൊക്കെ അവനോടുള്ള ഇഷ്ടം ഒന്നിനൊന്നു കൂടി വരികയായിരുന്നു. ഒരുമിച്ചിരിക്കുമ്പോൾ തൻ്റെ മടിയിലേക്ക് കിടന്ന് കൈവിരലുകൾ എടുത്ത് അവൻ്റെ നീളമേറിയ മുടിയിൽ തലോടാൻ പറയുമ്പോൾ അവൻ അറിയാതെ തന്നെ അവനോടുള്ള പ്രണയം തൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്നു. നീണ്ട മുടിയുള്ള കുസൃതി കണ്ണുകളുള്ള തൻ്റെ മാത്രം റോഷൻ. അവൻ ആദ്യം ഇംഗ്ലണ്ടിലും പിന്നീട് ജർമ്മനിയിലും പഠിക്കാൻ പോയ സമയത്താണ് താൻ എത്രമാത്രം അവനെ സ്നേഹിക്കുന്നു എന്ന സത്യം തനിക്കു തന്നെ മനസ്സിലാകുന്നത്. അവൻ ഒരിക്കലും കൈവിട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഡാഡിയോടും മമ്മിയോടും തന്നെ തൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം ആദ്യമായി തുറന്നു പറഞ്ഞത്. പക്ഷേ അപ്പോഴും തൻ്റെ ഉള്ളിൽ ഒരു തേങ്ങലുണ്ടായിരുന്നു. അനാഥയായ ഒരു പെണ്ണിനെ മരുമകളായി ഏറ്റെടുക്കാൻ വർഗീസ് അങ്കിളും ആൻറ്റിയും തയ്യാറാകുമോ എന്നുള്ള തേങ്ങൽ. പക്ഷേ തൻ്റെ ഇഷ്ടം സംസാരിക്കാനായി അവിടെ എത്തിയ ഡാഡിയോട് വർഗീസ് അങ്കിൾ തന്നെയാണ് അവരുടെ ഉള്ളിലെ ആഗ്രഹം ആദ്യമായിട്ട് ഡാഡിയോട് പറഞ്ഞത്. മാതാപിതാക്കൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണെങ്കിലും റോഷനോട് ഇന്നീ നിമിഷം വരെ ഒന്നും തുറന്ന് സംസാരിച്ചിട്ടില്ല. അവരുടെ തീരുമാനമനുസരിച്ചായിരുന്നു പിന്നീട് തൻ്റെ വിദ്യാഭ്യാസം. പേരിനും പ്രശസ്തിക്കും ഒരു കുറവുമില്ലാത്ത 2 മാതാപിതാക്കൾക്ക് സന്തോഷമാകുവാൻ വേണ്ടി മെഡിസിൻ പഠനം. ആ സമയത്താണ് റോഷൻ ജർമ്മനിയിലേക്ക് പോകുന്നത്. അവിടെ നിന്നും അവൻ ഇംഗ്ലണ്ടിലെത്തി എന്നറിഞ്ഞ ആ നിമിഷം അവൻ്റെ ജന്മദിനം വിഷ് ചെയ്യാനായി താനും പറന്നു. പക്ഷെ ആ യാത്ര അതാണ് കൂടുതൽ കുഴപ്പത്തിലെത്തിച്ചത്. തനിക്ക് മുൻപിൽ ഒരു മദാമയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു നിൽക്കുന്ന റോഷനെ കണ്ടപ്പോൾ സഹിക്കാനായില്ല. ആ നിമിഷം അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ച് തിരികെ പടർന്നു. പക്ഷേ ഒരിക്കലും അവനെ മറക്കാൻ തനിക്ക് ആകുന്നുണ്ടായിരുന്നില്ല. പ്രണയം അത് പറയാതെ അറിയണം, അതായിരുന്നു ആദ്യമുണ്ടായിരുന്ന ധാരണ. പക്ഷേ അവൻ ഒരിക്കലും തന്നെയോ തൻ്റെ പ്രണയത്തെയോ അറിഞ്ഞിരുന്നില്ലെന്ന് ഇടയ്ക്കൊക്കെ സംശയം തോന്നാതിരുന്നില്ല. നോ എന്ന വാക്ക് അവനിൽ നിന്നും കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇതുവരെ ചോദിക്കാതിരുന്നത്. ഇപ്പോൾ ഇവിടേക്കുള്ള ഈ വരവ് തന്നെ അവനോടുള്ള തൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ റോഷൻ അവനൊരിക്കലും തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. തങ്ങളുടെ വിവാഹകാര്യങ്ങൾ മാതാപിതാക്കൾ സംസാരിച്ചു തീരുമാനിച്ചു എന്നിരുന്നാലും ഇപ്പോഴും റോഷൻ്റെ തീരുമാനം അറിയില്ല.
എങ്കിലും ഒരു ഡോക്ടർ കുടുംബത്തിന് അനുയോജ്യയായ മരുമകളാകണമെന്ന് കരുതി തന്നെയാണ് മെഡിസിൻ പഠിക്കാൻ പോയത്. അതോടൊപ്പം രോഗി പരിപാലനം ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഒരുപാട് പരിശ്രമിച്ചു. ഒത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ഒടുവിൽ പേരെടുത്ത ഒരു പീഡിയാട്രിക് ഡോക്ടറാകാൻ തനിക്കും സാധിച്ചു. എങ്ങനെയെങ്കിലും തൻ്റെ ഇഷ്ടം നേടിയെടുക്കണം. റോഷനില്ലാതെ ഒരു ജീവിതത്തെപ്പറ്റി തനിക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. പക്ഷേ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അത് മാത്രം അറിയില്ല. കാരണം ഇപ്പോഴും എല്ലാം തൻ്റെ കൈപ്പിടിയിൽ നിന്നും ഒരുപാട് ദൂരത്താണ്. ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തവളാണ്. ഇതെങ്കിലും തനിക്ക് സ്വന്തമാക്കണം. ഒരുപക്ഷെ റോഷൻ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ആ ചോദ്യം മനസ്സിലേക്ക് വന്നപ്പോൾ മെർലിൻ്റെ മുഖം വാടി. ഒരുപക്ഷെ അപ്പനും അമ്മയും ആരെന്നറിയാത്ത ഒരനാഥ പെണ്ണിനെ വിവാഹം കഴിക്കാൻ അവന് താല്പര്യമില്ലാത്തതായിരിക്കുമോ അവന് തന്നോടുള്ള അകൽച്ചയ്ക്ക് കാരണം? ഉത്തരമില്ലാത്ത 1000 ചോദ്യങ്ങൾക്കൊപ്പം എന്തെന്നില്ലാത്ത സങ്കടം തന്നെ പൊതിയുന്നത് അവൾ അറിഞ്ഞു. ചിന്തകൾ ഭാരമായി തോന്നിയപ്പോൾ ഒരുപാട് നേരം അവൾ അതേ ഇരിപ്പ് തുടർന്നു. ഒടുവിൽ കാറിൻ്റെ മിറർ തിരിച്ച് അതിലൂടെ നോക്കി സുന്ദരമായി ഒന്ന് പുഞ്ചിരിച്ചു. നീ ഒരു സാധാരണ പെണ്ണല്ല. ഒരുപാട് സ്വപ്നങ്ങൾ കാണാനും ജീവിതത്തിൽ ഉയർച്ചകളെ കീഴടക്കാനും ജീവനും ജീവിതവും തന്നു കൂടെ നിൽക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിച്ചു വളർന്ന തനിക്കിനി അവർക്ക് കൊടുക്കാനുള്ളതും നിറഞ്ഞ സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് കുസൃതികളുടെ ലോകത്തേക്ക് മടങ്ങിയേ പറ്റൂ. എൻ്റെ സന്തോഷമല്ല, ചുറ്റുമുള്ളവരുടെ സന്തോഷമാണ് എപ്പോഴും പ്രധാനം. ഡോണ്ട് വറി മകളെ, ബി ഹാപ്പി. സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ വീടിൻ്റെ മതിലിന് പുറത്തായി വണ്ടി നിർത്തി. ഒരു കള്ളനെ പോലെ മതില് ചാടി അകത്ത് കടന്നു. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പതുക്കെ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി വീടിന് മുൻവശത്തേക്ക് ചെന്നു. വെട്ടി നിർത്തിയിരിക്കുന്ന ബുഷ് അരികിൽ മറഞ്ഞു നിന്നുകൊണ്ട് ആരും കാണുന്നില്ലെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. ഓടിച്ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. പിന്നെ ഒട്ടും താമസിക്കാതെ വീടിനോട് ചേർന്ന് നിന്ന പേരമരത്തിൽ കയറി 2ാമത്തെ നിലയുടെ ബാൽക്കണിയിലേക്ക് ചാടി. കുസൃതികളില്ലാത്ത ജീവിതം ഒരു രസവുമില്ല. തനി ബോർ. നമുക്കൊക്കെ ദൈവം തന്നിരിക്കുന്നത് ഒരേ ഒരു ജീവിതം മാത്രമാണ്. അത് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടങ്ങ് ജീവിക്കണം. ദുഃഖങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അല്ല പിന്നെ. അല്ലടോ മെർലോ, അവൾ സ്വയം ചോദിച്ചു. അപ്പോഴേക്കും താഴെ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ബാൽക്കണിയിൽ നിന്നും തൻ്റെ മുറിയിലേക്ക് നടക്കുന്ന വാതിലിൻ്റെ കീ ബാഗിൽ നിന്നും തപ്പിയെടുത്ത് തുറന്ന് അകത്ത് കയറി. ആദ്യമൊന്ന് ഫ്രഷ് ആകണം. നന്നായി ഒന്ന് കുളിച്ച് പിന്നെ താഴേക്ക് പോകാം. പാവം മമ്മി ബെല്ലടിച്ചത് ആരാണെന്നറിയാതെ ഇപ്പോൾ തെക്ക് വടക്ക് നടക്കുന്നുണ്ടാവും. സാരമില്ല, നടക്കട്ടെ. ഇതൊക്കെയല്ലേ ഒരു മകൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതും സ്വയം പറഞ്ഞുകൊണ്ട് ചെറിയൊരു ചിരിയോടെ അവൾ ടവൽ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാറിൻ്റെ ശബ്ദം കേട്ടു. ഡാഡി ഹോസ്പിറ്റലിൽ നിന്നും ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുകയാണ്. ഇത് തന്നെ തക്കം. ഇപ്പോൾ മമ്മി ആഹാരം ടേബിളിൽ വെച്ചിട്ടുണ്ടാകും. മെർലിൻ ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി പതുങ്ങി ഡൈനിങ് റൂമിലേക്ക് നടന്നു. ആരും കാണാതെ മറഞ്ഞു നിന്നു. അതെ, മമ്മി ഭക്ഷണമെല്ലാം മേശയുടെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പ്ലേറ്റും റെഡി. ഡാഡി വന്നാൽ 2 പേരും കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. മമ്മി എന്തോ എടുക്കാനായി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി പ്ലേറ്റിൽ തനിക്ക് ആവശ്യമുള്ള ഭക്ഷണമെല്ലാം എടുത്തുകൊണ്ട് അവൾ മുകളിലേക്ക് ഓടാനായി തിരിഞ്ഞതും എളിയിൽ കൈകുത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മമ്മിയുടെ മുഖം മുന്നിൽ. കഴിഞ്ഞു നിന്റെ കുസൃതി. നീ വന്നത് അപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. എന്നും നീ എന്നെ പറ്റിക്കുന്നതല്ലേ. ഇത്തവണ നീയൊന്ന് ചമ്മട്ടെന്ന് ഞാനും കരുതി. നീ ബെല്ലടിച്ചതും പേരയുടെ മുകളിൽ കൂടി ബാൽക്കണിയിലേക്ക് കയറുന്നതും എല്ലാം ഞാൻ കണ്ടിരുന്നു. സാരമില്ല, ചമ്മൽ ആദ്യത്തേതല്ലേ. പോട്ടെ കേട്ടോ. സമാധാനമായിട്ടിരുന്ന് കഴിക്കുക.
വളർന്ന് കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടറായി. പക്ഷെ കുട്ടിക്കളി മാറിയിട്ടില്ല. മമ്മിയുടെ വാക്കുകൾക്കൊപ്പം പുറകിൽ നിന്ന് ഡാഡിയുടെ പൊട്ടിച്ചിരി കൂടി കേട്ടപ്പോൾ അവൾ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ അവരുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഓക്കെ, ഡീൽ. ഇത്തവണ ഞാൻ സമ്മതിച്ചു. ഒരബദ്ധം ഏതൊരു പോലീസുകാരനും പറ്റും. ആദ്യം ഫുഡ്, പിന്നെ വർത്തമാനം, മെർലിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അബദ്ധങ്ങൾ ഇങ്ങനെയൊക്കെ പറ്റുമോ? സ്വന്തം കാർ വീടിൻ്റെ ഗേറ്റിന് മുൻപിൽ നിർത്തിയിട്ട് മതിൽ ചാടി അകത്ത് കിടക്കുക. എൻ്റെ കൊച്ചേ, നിനക്ക് ബോധവുമില്ലേ? ഉണ്ണാനായി വരുമ്പോൾ ഞാൻ അതൊക്കെ കാണില്ല എന്നാണോ നീ കരുതിയത്? ഡാഡിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് താൻ കാണിച്ച കുസൃതിയുടെ മണ്ടത്തരം അവൾക്ക് മനസ്സിലാവുന്നത്. ചേ, അതും ശരിയാണല്ലോ. മമ്മി, എൻ്റെ ചിക്കൻ കാല് പോരട്ടെ. ഇനി അത് കഴിച്ചിട്ട് സമാധാനിക്കാം. ഇനിയിപ്പോൾ അതും ഇല്ലേ? പാത്രങ്ങൾ ഓരോന്നായി പൊക്കി നോക്കിക്കൊണ്ട് മെർലിൻ മമ്മിയെ നോക്കി. എൻ്റെ കൊച്ചിൻ്റെ ഇഷ്ടവിഭവം ഞാൻ മറക്കുമോ? ഇപ്പോൾ സെറ്റാക്കി തരാം. പുഞ്ചിരിയോടെ മേശയുടെ മൂലയിലിരുന്ന പാത്രം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് മമ്മി പറഞ്ഞു. എൻ്റെ പൊന്നു ശോശാമേ, നിങ്ങളും മാസ പൊളി. അത് പറഞ്ഞുകൊണ്ട് അവൾ ചാടി എഴുന്നേറ്റ് മമ്മിയുടെ കവിളിൽ ചുംബിച്ചു. ഇവൾക്ക് മാത്രമേ ഉള്ളോ? ചിക്കൻ വാങ്ങിക്കൊടുത്ത ഞാനിപ്പോൾ ശശിയായി അല്ലേ? ഡാഡിയുടെ പരിഭവം പൂർത്തിയാക്കാൻ അവൾ സമ്മതിച്ചില്ല. കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് കവിളിലും മാറി മാറി ഉമ്മ വെച്ചുകൊണ്ട് അവൾ തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. മോളെ, വൈകിട്ട് വർഗീസങ്ങളുടെ വീട്ടിലെ ഫുഡ്. നീ വന്നത് പ്രമാണിച്ച് ഇന്ന് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടാമെന്ന് സൂസമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. ഭാവി മരുമകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കഞ്ഞി കിട്ടാതെ പോയെങ്കിലോ എന്നോർത്താണെന്ന് തോന്നുന്നു. ശോശാമ്മ പൊട്ടിച്ചിരിച്ചു. എൻ്റെ മമ്മി, ഭാവി മരുമകൾ എന്ന് ഉറപ്പിക്കാൻ വരട്ടെ. ഉറപ്പൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ. ആ പൊട്ടക്നാപ്പൻ ഇതുവരെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അവസാനം ഒക്കെയും മലർപ്പിടിക്കാരൻ്റെ സ്വപ്നമാകുമോ എന്നാണ് എൻ്റെ സംശയം. അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന വിഷാദം ആ മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിച്ചു. എടോ, താനിങ്ങനെ നിരാശപ്പെടല്ലേ. നന്നായി പരിശ്രമിച്ച് ആ വിശ്വാമിത്രൻ്റെ തപസ്സിളക്കാൻ നോക്ക്. പെണ്ണൊരുമിട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? എൻ്റെ ഡാഡി, അവൻ വിശ്വാമിത്രനൊന്നുമല്ല, തനി കോഴിയാ. കോഴിക്ക് പക്ഷെ ജീവിതത്തിൽ എന്നെ വേണ്ടായോ എന്നൊരു സംശയമുണ്ട്. പിന്നെ പെണ്ണൊരുമ്പെട്ടാൽ ഞാനും നന്നായി ശ്രമിച്ചു നോക്കൂ. പറ്റിയില്ലെങ്കിൽ വേറെ കൊള്ളാവുന്ന വല്ലവനെയും കെട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കും. കുറേയേറെ ഐറ്റംസ് നമുക്കും പെൻഡിങ് ഉണ്ടല്ലോ. പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അവസാനം ജോലി ചെയ്ത സമയത്തുമൊക്കെ എന്നെയും ചുറ്റിപ്പറ്റി കുറേ ആളുകളുണ്ടായിരുന്നു. എൻ്റെ ഒരു എസിന് വേണ്ടി കാത്തിരിക്കുന്നവർ. അവരിൽ ആരെയെങ്കിലും സെറ്റാക്കണം. ഡാഡിയോടുള്ള മറുപടിയിൽ പൊട്ടിച്ചിരി നിറഞ്ഞിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിലെ വേദന ആ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മോളെ, നീ ഹോസ്പിറ്റലിൽ കയറിയിട്ടല്ലേ വന്നത്? സായയെ കണ്ടോ? നിന്നെ അന്വേഷിച്ച് കുറച്ചേറെ ദിവസങ്ങളായി സായ വരുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ആ കുഞ്ഞിൻ്റെ ഭാഷ. അല്ലെങ്കിൽ തന്നെ അത് നിന്നോടല്ലാതെ വേറെ ആരോടും മിണ്ടുക പോലുമില്ലല്ലോ. നിനക്കെങ്ങനെയാണ് ആ കൊച്ചിൻ്റെ ഭാഷ മനസ്സിലാകുന്നത്? എല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ പുറകിൽ നിന്ന് ശോശാമ്മ മകളോട് വിളിച്ചു പറഞ്ഞു. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ. അടുത്ത ഭാഗവുമായി വീണ്ടും വരാം.